ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് തേടി ദേശീയ അന്വേഷണ ഏജൻസി. ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. വാഹനക്കടത്തിന്റെ മറവിൽ ലഹരിക്കടത്തും സ്വർണ്ണക്കടത്തും ഉണ്ടെന്നാണ് സംശയം. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിയ കേസിൽ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസിന് സമൻസ് നൽകും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം നൽകുന്നത്. കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് കസ്റ്റംസ് തീരുമാനം. രേഖകളില്ലാത്ത പക്ഷം കള്ളക്കടത്ത് വസ്തു പേരിൽ ഇവ പിടിച്ചെടുക്കേണ്ടതായി വരുമെന്നും കസ്റ്റംസ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലെത്തിച്ച് പല വഴിക്കാണ് ഇന്ത്യയിലെത്തിക്കുന്നതെന്നും കേരളത്തിലുള്ള ഭൂട്ടാൻ വാഹനങ്ങൾ പൂർണ്ണമായും സൈന്യത്തിൻ്റെതാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്സുകളായും കണ്ടെയ്നറുകളിലൂടെയും വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റായി ഇന്ത്യയിലേക്ക് എത്തുന്നവർ വാഹനം ഉപേക്ഷിച്ച് പോകുന്നതാണ് മറ്റൊരു രീതി. കൃത്യമായി ഉണ്ടാക്കിയ രേഖകൾ ഉപയോഗിച്ചാണ് വാഹനം ഹിമാചൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഇതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെയും വിവിധ എംബസികളുടെയും സീലും പേരും വ്യാജരേഖയുണ്ടാക്കിയെന്നും കമ്മീഷണർ പറഞ്ഞു. ഭൂട്ടാൻ വാഹനങ്ങൾ വാങ്ങിയതും വിറ്റതും നിയമവിരുദ്ധമായ ഇടപാട് വഴിയാണെന്നും കമ്മീഷണർ പറഞ്ഞു. കള്ളക്കടത്ത് വാഹനം ആണെന്നറിഞ്ഞാണോ അറിയാതെയാണോ നടന്മാർ വാഹനം വാങ്ങിയതെന്ന് മൊഴിയെടുത്ത ശേഷം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ രേഖയില്ലെങ്കിൽ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെങ്കിൽ കള്ളക്കടത്ത് സാധനം എന്ന നിലയിൽ ഇവ പിടിച്ചെടുക്കും. വിദേശത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നിയമപ്രകാരം സാധിക്കില്ല. തങ്ങുന്ന രാജ്യത്ത് 3 വർഷത്തിൽ കൂടുതൽ കാലം ഉടമസ്ഥതയിൽ വെച്ച വാഹനങ്ങൾ 160% തീരുവ നൽകി ഇന്ത്യയിൽ ഉപയോഗിക്കാനാകും. നിയമലംഘനം പിഴയടിച്ചു തീർക്കാൻ സാധിക്കില്ലെന്നും പങ്കനുസരിച്ച് കേസെടുക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അതേസമയം കസ്റ്റംസ് റെയ്ഡിൽ തന്റേതായി പിടിച്ചത് ഒരു വാഹനം മാത്രമാണെന്ന് നടൻ അമിത് ചക്കാലയ്ക്കൽ പറഞ്ഞു. മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂസർ മാത്രമാണ് തന്റേത്. മറ്റ് 5 വണ്ടികൾ തന്റെ ഗ്യാരേജിൽ പണിക്കായി കൊണ്ടുവന്നവയാണ്. അക്കാര്യം കസ്റ്റംസ് സ്ഥിരീകരിച്ചു. നവംബറിലും പരിശോധന നടന്നിരുന്നുവെന്ന് അമിത് പറഞ്ഞു. പൃഥ്വിരാജ് സുകുമാരന്റെ തേവരയിലെ ഫ്ളാറ്റിലും ദുൽഖർ സൽമാന്റെ എറണാകുളത്തെ വീട്ടിലും കസ്റ്റംസ് സംഘം എത്തിയിരുന്നുവെങ്കിലും ഇരുവരും സ്ഥലത്തുണ്ടായിരുന്നില്ല. 1995 മോഡൽ ലാൻഡ് റോവർ കാറാണ് പൃഥ്വിരാജ് വാങ്ങിയതെന്ന സംശയത്തിലായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന. എന്നാൽ ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് വിവരം. ദുൽഖറിന്റെ പക്കലുള്ള കാറുകൾ കസ്റ്റംസ് സംഘം പരിശോധിച്ചുവെന്നും ചില കാറുകളുടെ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. അതിനിടെ ദുൽഖറിന്റെ പക്കലിൽ നിന്നും ഡിഫൻഡർ കാർ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു.